സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരും എല്ലാവർക്കും. ശ്രീനേട്ടൻ അത് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും നമ്മൾ ആലോചിച്ച് നോക്കിയാ. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ഇത്രത്തോളം ഇത്രത്തോളം വ്യാപ്തിയുണ്ട് വേഷത്തിന്. എന്താ അമ്മ ഈ ബാലാമണിക്ക് ഇവിടുത്തെ ഉണ്ണിന്ന് പറഞ്ഞ ബാലാമണി മറ്റാരോ കണ്ടിരിക്കണു. എണ്ണയൊക്കെ തേച്ച് കക്കാൻ ഇറങ്ങുന്ന ഒരു സുധീഷ് എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ലാലേട്ടൻ എന്റെ പോക്കറ്റ് അടിക്കുന്നു, അവിടെ ചെറിയൊരു കള്ളൻ ലാലേട്ടനാണ്. പണ്ടൊക്കെ നമ്മൾ മദ്യപിക്കും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യലുണ്ട്. ഇപ്പൊ പൊതുവെ അതില്ലല്ലോ. ഇല്ല, ഇപ്പൊ മദ്യം വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന പരിപാടി ഉണ്ട്. ചെറുതായിട്ട് ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷേ അതിന് വലിയ റിയാക്ഷൻ അല്ല. ഭാര്യ നല്ലൊരു വിമർശകയാണ്. ഞാൻ പറിച്ചായിട്ട് വേറെ കഥാപാത്രം ചെയ്യുമ്പോൾ എന്താണെങ്കിലും എന്തെങ്കിലും പ്രശ്നം തോന്നാം അവർക്ക്. കാരണം ഞാനല്ലാണ്ടാണല്ലോ ചെയ്യുന്നവർ. അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഉൾക്കൊള്ളാൻ റെഡിയല്ലേ? ആധാരൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. പ്രായപൂർത്തിയാണെന്നൊക്കെ പറയില്ലേ. സുകുമാരി ചേച്ചി അവരോടൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസ്. ഇതെല്ലാം ചെയ്യുമ്പോഴും മനസ്സിന് ഭയങ്കരമായ സന്തോഷമാണ്. പക്ഷെ എന്നാലും ടെൻഷനായിരുന്നു, ചെറിയ പേടിയുണ്ടാവും എനിക്ക്. കാരണം ഇങ്ങനെ നിൽക്കല്ലേ, ക്യാമറന്റെ അപ്പുറത്ത് മോണിറ്റർ ഒന്നും ഇല്ലല്ലോ. ഞാനിങ്ങനെ കഴിഞ്ഞ ഉടനെ ഞാൻ പതുക്കെ മുരളിച്ചേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി, അഭിനയിച്ച് കഴിഞ്ഞ ഉടനെ എന്താ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് മുരളിച്ചേട്ടൻ നോക്കിയാണ് ഉള്ള ഒരു സാധനം. ഇൻട്രൊഡക്ഷൻ സീൻ ഡോക്ടറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറെ നോക്കുന്നത് എന്താണ്, വാറ്റ് തിളച്ചിട്ടുണ്ടോന്ന് നോക്കുന്നു. അപ്പൊ ചിരിയുണ്ട്. അത് കൂടാതെ തൊട്ട മുമ്പത്തെ ഒരു സീക്രട്ട് ആള് ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ. Joy of Jewelry Shopping. Biggest joy of jewelry shopping ഇതാ ആരംഭിക്കുന്നു. Jewelry shoppingന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler. ആധാരത്തിലെ തേങ്ങാക്കള്ളൻ രമേശനെ ഓർക്കുന്നില്ലേ? ജീവിത സാഹചര്യം കൊണ്ട് ഗതികേട് കൊണ്ട് കളവ് ചെയ്യുന്ന രമേശനെ. പക്ഷേ ധീരൻ ഇറങ്ങുമ്പോൾ ആ രമേശൻ ചെയ്ത കഥാപാത്രം ചെയ്തൊരു മനുഷ്യൻ കളവ് ചെയ്യുന്നത് ഒരു ഹോബി ആയിട്ടാണ്, ഒരു രസത്തിന് വേണ്ടി. സുധീഷാണ് ചേരുന്നത് പുതിയ വേഷപ്പക്കർച്ചയുടെ വിശേഷങ്ങൾ പറയാൻ. നമസ്കാരം. നമസ്കാരം. മൂവികളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. താങ്ക് യു. ഭയങ്കര അത്ഭുതകരമാണ് കേട്ടോ അത്. കാരണം ആധാരത്തില് ഒരാള് കള്ളത്തരം ചെയ്യാണ്, അയാളുടെ ഗതികേട് കൊണ്ട് അയാള് ചെയ്തു പോവാണ്, തേങ്ങ മോഷ്ടിക്കുകയാണ്. ഇവിടെ ഫണ്ണിന് വേണ്ടി ഒരാൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടും കുറെ കാലത്തിന് അപ്പുറം ഇപ്പുറം ഒരാൾ തന്നെ ചെയ്യുന്നു എന്ന് പറയുന്നതില് എല്ലാത്തൊരു ആകസ്മികത ഉണ്ട്, എല്ലാത്തൊരു രസമുണ്ട്. ആളുകളെ അത്ഭുതപ്പെടുകയാണ് പല ഏരിയകളിലും. ഇത് ഞങ്ങൾ കണ്ട സുധീഷാണോ, അതായത് എത്രയോ കാലമായി കോളേജ് ജീവിതവും അനിയൻ ജീവിതം ജീവിച്ചിരുന്ന ആളാണോ ഇങ്ങനെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കണത്? കൗണ്ടറുകൾ ഉണ്ട് അതിനകത്ത്, ശരീരം കൊണ്ടുള്ള കോമഡികൾ ഉണ്ട് അതിനകത്ത്. എല്ലാ അർത്ഥത്തിലും സുധീഷിനെ ഉപയോഗിച്ചൊരു കഥാപാത്രമായിട്ടാണ് ധീരന്റെ ക്യാരക്ടറിന് തോന്നിയിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. എന്തൊക്കെയാ ഇപ്പൊ ഇനീഷ്യലി കിട്ടുന്ന ഫീഡ്ബാക്കുകൾ? ഇനീഷ്യലി എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ കുറച്ച് കാലത്തിന് ശേഷം ഇത്ര അധികം റെസ്പോൺസ് കിട്ടിയ ഒരു ക്യാരക്ടർ വന്നിട്ടില്ല. ധീരനിലെ ആ കഥാപാത്രമാണ് ജോപ്പൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തിയേറ്ററിൽ പോയപ്പോഴും, ഞാൻ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോഴും ഓഡിയൻസിന് കൂട്ടിയിരുന്ന് കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാരണം എല്ലാത്തിനും ചിരി കൈയടിയായിരുന്നു. എൻ്റെത് മാത്രമല്ല കേട്ടോ, എൻ്റെതും ഒരുപാടുണ്ട്. മനോജ് ചേട്ടനുണ്ട്, ജയതീഷ് ചേട്ടൻ, അശോക് ചേട്ടൻ, ഇവരുടെ എല്ലാവരുടെയും. അപ്പോൾ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിപ്പോയി. കാരണം ഈ അടുത്ത കാലത്ത് ഇപ്പോൾ കുറച്ച് സീരിയസ് വേഷങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാലും ചെറിയ ഹ്യൂമറൊക്കെ ARM കുറച്ച് ഹ്യൂമർ പരിപാടി ഉണ്ടായിരുന്നു, കുറച്ചുള്ളെങ്കിലും ഉള്ളത് കുറച്ച് ഹ്യൂമറായിരുന്നു. പക്ഷെ എങ്കിലും ഒരു പ്രായമുള്ള കഥാപാത്രവും അച്ഛൻ സീരിയസ്, മകളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു, അങ്ങനെയുള്ള കഥാപാത്രങ്ങൾക്ക് വരുമ്പോൾ എന്നെ പെട്ടെന്ന് വിളിക്കും. MLA രാഷ്ട്രീയക്കാരൻ. ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ഈ നമ്മൾ ആധാരം എന്നുള്ള സിനിമ ഇപ്പൊ പോയി റീവിസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് സത്യം പറഞ്ഞാൽ അതിലെ കഥ നടക്കുന്നത്, അല്ലെങ്കിൽ ആ കഥ കൊണ്ടുപോകുന്നത് രമേശനിലൂടെയാണ്. രമേശന് ജോലിയില്ലാത്ത അവസ്ഥ, രമേശന് കടം വാങ്ങിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ രമേശൻ എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്, രമേശന് ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിട്ട് ചേച്ചിയെ നന്നായി നോക്കുന്നു. ഈ ചേച്ചി രമേശൻ തമ്മിലുള്ള സംസാരങ്ങളിലാണ് ആ കഥ വികസിച്ച് വരുന്നത്. ആധാരം അവസാനിക്കുന്നത് രമേശന്റെയും അമ്മയുടെയും മുഖം കാണിച്ചുകൊണ്ടാണ്. ആ ക്ലോസപ്പ് ഷോട്ടിലാണ് ആധാരം അവിടെ എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രമേശൻ ധൈര്യം കാണിക്കുന്ന സമയത്താണ് അവിടെ മുരളിയുടെ ക്യാരക്ടറിന് പോലും ധൈര്യം. അത് എനിക്ക് ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ സിനിമയാണ്. എന്റെ അനന്തരം മുദ്ര, വേനൽക്കിനാവുകൾ, ആധാരം, 4ാമത്തെ പടം. ഓപ്പോസിറ്റ് മുരളി സാറിന്റെ കൂടെയാണ് ഏറ്റവും അധികം കോമ്പിനേഷൻ ഉള്ളത്. അത് അന്ന് കാലത്ത് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇതാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ആലോചിച്ചിട്ട് എങ്ങനെയായിരിക്കും ഇത് സ്ക്രീനിൽ വരിക, ഈ ലെജൻസിന്റെ കൂടെയാണ് ഞാൻ പെർഫോം ചെയ്യുന്നത്. അതെ, ടെൻഷൻ ഉണ്ടായിരുന്നു. അത് 2-3 കാര്യങ്ങളുണ്ട്. മുരളി സാറിന്റെ മാത്രമല്ല, സിബി മലയിൽ, ലോഹിതദാസ്, എല്ലാ ലെജൻസും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. അതാലോചിക്കണം.
അതിന് മുമ്പ് ഞാൻ ലെജൻഡിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതെ അതെ. വേൽക്കിനാവൽ, MT സാറ്, അടൂർ സാറ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആധാരൊക്കെ എത്തിയപ്പോഴാണ് കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞു തുടങ്ങിയത്. പ്രായപൂർത്തിയാവെന്നൊക്കെ പറയില്ലേ. മറ്റേത് അടൂർ സാറിന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് എനിക്ക് അത്ര അറിഞ്ഞുകൂടാ. ആൾക്കാർ പറയുന്നത് വലിപ്പം മനസ്സിലായില്ല. എൻ്റെ അച്ഛനൊക്കെ അറിയാം, പക്ഷെ എനിക്ക് അത്രത്തോളം അറിയൊന്നുമില്ല. അടൂർ സാറിന്റെ പടങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. അതിന് മുമ്പ് ഇറങ്ങി മുഖാമുഖം അല്ലെങ്കിൽ ഇപ്പത്തെ പടം കൊടിയേറ്റം അതൊക്കെ പിന്നീട് ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമയത്ത് അധികം കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ആ സമയത്ത് അറിയില്ലായിരുന്നു. പിന്നെ വേൽക്കിനാവുടെ സമയത്ത് വന്നപ്പോൾ എൻ്റെ കൂടെ 3-4 നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. കൃഷ്ണപ്രസാദ്, യദുകൃഷ്ണൻ, സുധീഷ് ശങ്കർ. അപ്പം ഞങ്ങൾ ഭയങ്കര കമ്പനി ടീമായിരുന്നു. അപ്പം അതുകൊണ്ടും അവരുടെ എന്താ പറയുക ഈ ഗ്രേറ്റ് ആൾക്കാരുടെ മുമ്പിൽ നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവരൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും ഹാപ്പി ആയിരുന്നു. ഇവിടെ ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഏജ് ലിമിറ്റുള്ള ആരുമില്ല. മുരളിച്ചേട്ടൻ ഒരാള്, ലോയിസ് സാറ്, സിബി സാറ്, അല്ലെങ്കിൽ ഗീത മാഡം എന്നൊക്കെ പറയാം. ഇഷ്ടംപോലെ പഞ്ചാഗ്നി പോലത്തെ പടങ്ങൾ, ഇഷ്ടംപോലെ പടങ്ങൾ ചെയ്ത സമയത്താണ്. സുകുമാരി ചേച്ചി, അവരോടൊക്കെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പെർഫോമൻസ്. ഇതെല്ലാം ചെയ്യുമ്പോഴും മനസ്സിന് ഭയങ്കരമായ സന്തോഷമാണ്. പക്ഷെ എന്നാലും ടെൻഷനായിരുന്നു. അല്ല, ഞാൻ ഈ അടുത്ത് മുരളി സാറിന്റെ ഒരു അഭിമുഖം കാണായിരുന്നു മനോരമയിലുണ്ടായിരുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു നടനായിട്ട് ആണ് ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നിമിഷം തൊട്ടിട്ട് ഓരോ ദിവസവും എന്തെങ്കിലും അഭിനയത്തെ പറ്റി ഒരു വരിയെങ്കിലും വായിക്കാതെ ഞാൻ കടന്നു പോയിട്ടില്ല. ചിലപ്പോൾ അത് നാട്യശാസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആക്ടർ അഭിനയത്തെ പറ്റി എഴുതിയിട്ടുള്ള ഒരു വരിയായിരിക്കാം. അത്രയധികം കമ്മിറ്റഡ് ആയിരുന്നു അദ്ദേഹം അഭിനയത്തോട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ നമ്മൾ ഇപ്പോഴും ആ ഒരു ബോഡി ഓഫ് വർക്ക് നമ്മൾ നമിച്ചു പോകുന്നത്. അദ്ദേഹത്തിന്റെ കൂടെയാണ് ഒരു സിനിമ ത്രൂ ഔട്ട് നായകനെ പോലെ തന്നെ നിന്ന് പെർഫോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ആധാരം ലോയിസാറൊക്കെ എല്ലാവരും പറയാറുണ്ട് കുറച്ച് സീനുകളൊക്കെ എഴുതുള്ളൂ, ബാക്കി അവിടെ വന്നിട്ട് എഴുതുകയാണെന്നുള്ള പരിപാടി പറയാറുണ്ട്. അപ്പോൾ ആധാരം തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യം വളരെ കുറച്ച് സീനുകൾ മാത്രമേ അദ്ദേഹം എഴുതിയിട്ടുള്ളൂ സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു വലിയൊരു സീനുണ്ട് ആ പടത്തിൽ, ഷൂട്ട് ചെയ്യുന്ന സീൻ. അത് ഒരു വീട്ടിൽ വന്നിട്ട് അമ്മയോടും പെങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഒരു ലൈറ്റർ വേല്, വിഷമം ഉള്ളിലുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ല, നമുക്കിപ്പോൾ ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം, അതിനിപ്പം കാശൊന്നും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ആ സംഭവമൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എനിക്കൊന്ന് അവർക്കൊരു ആശ്വാസമായത്. ഈ കഥാപാത്രം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. കാരണം എഴുതി തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡെപ്ത് ഇനിയിപ്പോ നമ്മളിപ്പോ മര്യാദ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഇത്ര എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. കാരണം ഞാൻ താരതമ്യേന പുതിയ ആളാണ്, അങ്ങനെ ഒരു ക്യാരക്ടർ പുതുതായിട്ട് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു ആദ്യം അവർ വേറെ ആരൊക്കെ ആലോചിച്ചിരുന്നുണ്ട്, വിളിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു ഫ്രഷ് ഫേസ് ചെയ്യാന്നുള്ള ചിലപ്പോൾ താല്പര്യത്തോടുകൂടി ആയിരിക്കും എന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടാവുക. ജോർജ് കിത്തുവ സംവിധായകൻ. അപ്പൊ അത് അങ്ങനെ പിന്നീട് അങ്ങ് ഹാപ്പി ആയിട്ടാണെന്ന് തോന്നുന്നു. പിന്നീട് ആ കഥാപാത്രം അങ്ങ് ഡെവലപ്പായി വന്നെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ലോയിസ് സാറ് ഷൂട്ടിങ്ങിന് 2 ദിവസം മുമ്പ് കഥ പറയാൻ വേണ്ടി എന്നെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലേക്ക് വിളിപ്പിച്ചിരുന്നു. അപ്പം ഞാൻ ടെൻഷനായിട്ടാണ് പോകുന്നത്. കാരണം ഒന്നാമത് ഇദ്ദേഹത്തിൻ്റെ ഇതും രൂപം താടിയൊക്കെ വെച്ചിട്ട് മനുഷ്യന് വലിയൊരാളാണെന്നൊക്കെ അറിയാം. ഷൊർണൂർ ഗസ്റ്റ് ഹൗസ് വലിയ റൂമാണ്. അപ്പം അതിലൊരു പുള്ളിയുടെ സ്ഥിരം ഒരു ചാരുകസേര ഉണ്ട് അവിടെ പുള്ളി ഇങ്ങനെ ഇരിക്കുക ചെയ്യുക. അപ്പം കുറച്ച് വിട്ടിട്ടാണ് അവിടെ ബെഡോ സോഫ എന്തോ ഉള്ളത്. അപ്പം ഞാനവിടെ പോയി ഇങ്ങനെ ഇരുന്നു. സുധീഷേ കഥ പറയാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചതാണ്, കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൻ്റെ സംഭവത്തിന് ആധാരത്തിൽ ഇതിൽ രമേശ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യുന്നത്. അതിൽ എനിക്കൊരു സംഭവം മനസ്സിലായില്ല എന്നുള്ള മനസ്സിലായില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. മാക്സിമം ഞാൻ പിടിച്ചു നോക്കി കേൾക്കാൻ വേണ്ടിട്ട്. പതുക്കെ പറയുന്നത് അത് നമ്മൾ പിടിക്കണം, സാധനം ക്യാച്ച് ചെയ്യണം. അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് മനസ്സിലായെന്നല്ലാതെ പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. പിന്നെ സീൻ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഓരോ സീൻ എടുക്കുമ്പോഴേ അറിഞ്ഞറിഞ്ഞ് പോയതാണ്. പക്ഷെ ഈ അറിവില്ലായ്മൊന്നും നമുക്ക് മനസ്സിലാവില്ല. അല്ല, അറിഞ്ഞിട്ടും ഞാനെന്ത് ചെയ്യാനാ? അറിഞ്ഞാൽ എനിക്ക് ചെയ്യാനൊന്നും പറ്റൂല. അത് അവിടെ അവര് പറയുന്ന പോലെ ചെയ്യാനേ പറ്റുള്ളൂ. അന്ന് ഈ മുരളി സാറൊക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് ഉണ്ടായിരുന്നോ? ഏതെങ്കിലും വിധത്തിൽ അഭിനയത്തെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ പറ്റിയിട്ടോ അങ്ങനെ സംസാരിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ? മുരളിച്ചേട്ടൻ നമ്മളില്ലാത്ത സീൻസിലും മുരളിച്ചേട്ടൻ അവിടെ വരാറുണ്ടായിരുന്നു. ഒരു ഇൻവോൾവ്മെന്റ് മുരളിച്ചേട്ടൻ ഫുൾ ആ പടത്തിൽ ഭയങ്കര ഇൻവോൾവ് ആയിരുന്നു. കാരണം എനിക്ക് മുരളിച്ചേട്ടൻ ആദ്യമായിട്ടാണ് ഹീറോ പരിപാടി ചെയ്യുന്നത്. അതിൽ തന്നെ സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പോൾ പുള്ളി പുള്ളി ഇല്ലാത്ത സീനിലും പുള്ളി വന്ന് നിൽക്കും അവിടെ. അപ്പം അത് ചെറിയ പേടിയുണ്ടാവും എനിക്ക്. കാരണം ഇങ്ങനെ നിൽക്കല്ലേ, ക്യാമറേൻ്റെ അപ്പുറത്ത് മോണിറ്റർ ഒന്നും ഇല്ലല്ലോ, മറ്റേ ഇതാണല്ലോ. ക്യാമറയുടെ സൈഡിൽ ഇങ്ങനെ ജോർജ് ഗീത്തും ഉണ്ടാവും, പിന്നെ ലോയിസ് സാറും ഉണ്ടാവും, മുരളി 3 പേരുണ്ടാവും. അപ്പം ഞാനിങ്ങനെ കഴിഞ്ഞ ഉടനെ ഞാൻ പതുക്കെ മുരളിച്ചേട്ടൻ്റെ മുഖത്തേക്ക് പോയി അഭിനയിച്ച് കഴിഞ്ഞ ഉടനെ എന്താ റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ട് മുരളിച്ചേട്ടൻ നോക്കിയാണ് കൊള്ളാം ഒരു സാധനം ഇതല്ലേ. അപ്പം സമാധാനമായി, കൊള്ളാമെന്നുള്ള സാധനം. ഇങ്ങനെ സാധനം ഞാൻ ഈ ഫിൽമോഗ്രഫി ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത്
കുറെ ഏരിയകളിൽ സുധീഷ് എന്ന നടൻ വളരെ ഭാഗ്യവാനാണ്. കാരണം മലയാളി എന്നും ഓർത്തിരിക്കുന്ന ഒരു 3 ഐക്കോണിക് സീൻ സുധീഷിന്റെ പേരിലാണ്. അതായത് ക്യാമറ നടി ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടട്ടെ, ഈ കുട്ടിക്ക് തെറ്റിച്ചിരിക്കുകയാണ് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് മറ്റാരെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്, നന്ദനം, പിന്നെ ഒബ്വിയസ്ലി അറിയാലോ കിണ്ടി, മണിച്ചിരത്താഴ്. ഇത് 3 മലയാളി എവിടെയെങ്കിലും ഇപ്പൊ ഒരു മലയാളം സിനിമ എന്ന് പറയുമ്പോ അതിന് 3 തട്ടുകളിൽ മലയാളി ഇത് പറഞ്ഞിരിക്കും. അവിടെയൊക്കെ ഈ സീനുകളിൽ സുധീഷ് ഏട്ടൻ വരിക അല്ലെങ്കിൽ അവിടെ പെർഫോമർ ആയിട്ട് അവിടെ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സുധീഷ് ഏട്ടൻ ഇതിന്റെ ഒരു റെട്രോസ്പെക്റ്റീവ് എന്നുള്ള രീതിയിൽ ആലോചിക്കുമ്പോൾ എന്താ തോന്നാറ്? പ്രത്യേകിച്ച് ഈ 3 സീനുകളും വെച്ചാൽ ഒരെണ്ണം സെറ്റയറിന്റെ അറ്റം, ഒരെണ്ണം മലയാള സിനിമേനെ ലോകത്ത് കൊണ്ട് പ്രദർശിച്ചിട്ടുള്ള മണിച്ചിരത്താഴ്, പ്രതി മറ്റേ സീൻ. അപ്പൊ ഈ 3 സീനുകളിലും സാന്നിധ്യം ഉണ്ട്, അല്ലെങ്കിൽ ഇതൊരു അച്ചീവ്മെന്റ് ആയിട്ട്, ഇപ്പൊ അവാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ 3 സീനുകൾ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെയാണോ മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇത് ഏത് കാലത്തും നിങ്ങൾ പറഞ്ഞ പോലെ അറിയാലോ. ഇപ്പൊ സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറഞ്ഞാൽ ഇത് ഓർമ്മ വരും എല്ലാവർക്കും. ചിന്താവിഷ്ടിയ ശ്യാമള ആ സീനാണ് ഓർമ്മ വരുന്നത്, സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്ന് പറയുമ്പോൾ. പിന്നെ നന്ദനത്തിലെ സംഭവം അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇങ്ങനെ ഇത്രത്തോളം ഇതാവും അറിയില്ലായിരുന്നു. കാരണം 2 ദിവസം മറ്റോ ഒരു ദിവസം 2 ദിവസം ഞാൻ അഭിനയിച്ചുള്ളൂ പോയിട്ട് ആ പടത്തിൽ. അറിയാണ്ട ക്ലൈമാക്സ് സീനിൽ വരുന്നത് വേഷമല്ലേ ചെയ്യുന്നത്. പിന്നെ ഡബ് ചെയ്യാൻ വേണ്ടി അവിടെ പോയപ്പോൾ ഡബ് ചെയ്തു, മറ്റേ കൃഷ്ണന്റെ സംഭവം അത്രേ ഉള്ളൂ. എന്നാലും വളരെ പ്രധാനപ്പെട്ട സിനിമ, പടം ഹിറ്റായി, എല്ലാവരും അങ്ങനെ സംഭവിച്ചാണ്. ഈ തമാശകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അത് പെട്ടെന്ന് ഒരാൾക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റുന്ന കൈൻഡ് ഓഫ് തമാശകളല്ല. ക്യാമറയും കൂടെ ചാടട്ടെ എന്നൊക്കെ പറയുന്നത് അത് ചെയ്തെടുക്കുമ്പോൾ അതങ്ങ് വ്യക്തമാവുക എന്നുള്ളത്. ശ്രീനിവാസൻ സാറായിട്ട് കുറെ ട്രാവൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സുധീഷ് ഏട്ടന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൈൻഡ് ഓഫ് തമാശ മനസ്സിലാക്കലും അത് പെർഫോം ചെയ്യൽ എളുപ്പമായിരുന്നു. അത് എളുപ്പം വെച്ചാൽ ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആളാണ് ശ്രീനേട്ടന്റെ. അപ്പൊ ആ കൈൻഡ് ഓഫ് തമാശകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ പല ഹ്യൂമർ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അറിയാതെ ശ്രീനേട്ടന്റെ മനസ്സിലേക്ക് വന്നു പോകാറുണ്ട്. ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി റീഫ്രേസ് ചെയ്ത് പ്ലേസ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് വെച്ചപ്പോ, ഉദാഹരണത്തിന് നമ്മുടെ വടക്ക് കേന്ദ്രത്തിൽ ഒരു സീക്വൻസ് ഉണ്ട്, ചായ വേണോ സാർ, വേണ്ടി വന്നേക്കും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഹ്യൂമർ എഴുതാൻ ഒരുപാട് ശ്രീനിവാസൻ സാർക്ക് മാത്രമേ പറ്റുള്ളൂ. ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പെർഫോം ചെയ്യാന്നുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അവിടെയാണ് സുധീഷ് ഏട്ടൻ എങ്ങനെയായിരുന്നു ആ ഇന്ററാക്ഷൻ എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ടൈപ്പ് ഓഫ് ഹ്യൂമർ നമ്മൾ ഈ പറഞ്ഞ സിനിമകൾ കണ്ടിട്ട് തന്നെ അറിയാം, മനസ്സിലുണ്ട്. ഇപ്പൊ നമ്മൾ പല ഹ്യൂമർ കാര്യങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ ചില നടന്മാർക്ക് നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. അതിലൊരാളാണ് ശ്രീനേട്ടൻ. പക്ഷെ നമ്മൾ അതേപോലെ അനുകരിക്കുകയല്ല, പക്ഷെ ആ സാധനങ്ങൾ ചിലപ്പോൾ അറിയാതെ വന്നു പോകും. അങ്ങനെയുള്ള അത് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടുള്ള, അപ്പൊ അത് എഴുതി വരുമ്പോൾ തന്നെ നമുക്കറിയാം ഇതായിരിക്കും ഉദ്ദേശിക്കുന്നുള്ള രീതി. സ്ക്രിപ്റ്റ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ശ്രീനേട്ടൻ അത് പറഞ്ഞ എങ്ങനെ ഉണ്ടാവും, നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ തന്നെ ഏകദേശം നമുക്ക്, പക്ഷെ അതുപോലെ അനുകരിക്കാനല്ല, അപ്പൊ ആ രീതി നമുക്ക് അതാണ് ഉദ്ദേശിക്കുന്നത്, ആ കോമഡി ഉദ്ദേശിക്കുന്നത് അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് എല്ലാത്തിലുപരി നമ്മൾ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കഥാപാത്രം എങ്ങനെ, ആ ഡയലോഗ് എങ്ങനെ പറയും, അത് വൃത്തിയായിട്ട് നാച്ചുറലായിട്ട് ചെയ്യുക. അതിൽ ഹ്യൂമർ വന്നോളും. നല്ല റൈറ്റിംഗ് ആണെങ്കിൽ, നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ അത് ഹ്യൂമർ വന്നോളും. പ്രത്യേകിച്ച് നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ധീരനിലെ ജോപ്പന് സംഭവിച്ച അതാണ്. അയാൾ സീരിയസ് അല്ലേ, അയാൾ ഒരു തരത്തിലും കോമഡി പറയുന്നില്ല, പക്ഷെ ആ സിറ്റുവേഷനും ആ ഡയലോഗും അങ്ങനെ കറക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ. അപ്പൊ ഞാൻ ഡബ് ചെയ്യുമ്പോഴൊക്കെ ധീരനിലെ ദേവതത്തിനോട് എനിക്ക് ഭയങ്കര സംശയം ഉണ്ടായിരുന്നു. ചില സംഭവങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് പറയണോ, കാരണം അത് പ്ലെയിൻ ആയിട്ട് അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഒരു കോമഡി വർക്കൗട്ട് പോകും. നമ്മളത് അഭിനയിച്ചോ അല്ലെങ്കിൽ എടുത്തോ അത് പറയണോ ചോദിച്ച് ഡബിന് ശേഷം വീണ്ടും ഡബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്ത് കറക്റ്റാണ്, ആ സാധനം തന്നെ മതി, ആ നാച്ചുറലാണ്, നമ്മളങ്ങനെ ചെയ്യുന്നത് പോലെ തോന്നരുത് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ തിയേറ്ററിൽ വർക്കായി പരിപാടിയൊക്കെ. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ അതിലൊരു മറ്റേ ഹോസ്പിറ്റൽ സീനില്ലേ, പോലീസിനെ ഞാൻ കൊണ്ടുവരുന്നില്ല, ഇങ്ങനെ 135 പേര് ഇങ്ങനെ കിടപ്പില്, അത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഇൻഫർമേഷൻ. അത് വേണമെങ്കിൽ നമുക്കൊക്കെ എടുത്ത് പറയുകയൊക്കെ ചെയ്യാം. അതെ, 130 അങ്ങനെയൊക്കെ പറയാം. പക്ഷെ അതൊക്കെ നമ്മൾ അങ്ങനെയുള്ള ചെറിയ സട്ടിലിറ്റി പിടിക്കുകയാണ്. അത് അങ്ങനെ ചെയ്ത് വളരെ നാച്ചുറൽ ആയിട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഈ മദ്യപിച്ചതിന് ശേഷം ഒരാൾ അഭിനയിക്കുമ്പോൾ അത് അഭിനയിച്ചതായിട്ട് തോന്നരുതല്ലോ, അതൊരു ഭയങ്കര വലിയ ടാലന്റാ. ഇവിടെ മദ്യപിച്ചിട്ട് ആള് മാറുന്ന ഒരുപാട് ഏരിയ ഉണ്ട്, അവിടെയൊക്കെ വളരെ നാച്ചുറൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഈവൻ സിനിമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനിൽ പോലും അയാള് മദ്യപിച്ചതിന്റെ പുറത്താണ് അത് പറയുന്നത്. അല്ല, നോർമലി ഇപ്പൊ ജോപ്പൻ അങ്ങനെ ഒരു സീൻ കാണുകയാണെങ്കിൽ അതിനങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്ന് പോലും നമുക്ക് മനസ്സിലാവും. വളരെ സട്ടിലായിട്ടാണ് മദ്യപിക്കുന്ന സീനുകളിൽ പോലും ജോപ്പനെ പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ട് സുധീഷ് ശ്രമിച്ചിട്ടുള്ളത്. ഈ മദ്യപിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ അഭിനയിക്കാം, അതിനെ പറ്റിയിട്ട് ഒരു രൂപരേഖ അങ്ങനെയൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നോ? മദ്യപിച്ച് കഴിഞ്ഞിട്ട് പല രീതിയിൽ അഭിനയിക്കാലോ, മദ്യപിക്കുന്നത് പല രീതിയിൽ അഭിനയിക്കാലോ. അതായത് പണ്ടൊക്കെ നമ്മൾ മദ്യപിക്കും ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇതൊക്കെ ചെയ്യലുണ്ട്. ഇപ്പൊ
പൊതുവെ അതില്ലല്ലോ. ഇല്ല. ഇപ്പൊ മദ്യം വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുന്ന പരിപാടി ഉണ്ട്. ചെറുതായിട്ട് ഇവിടെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പക്ഷെ അതിന് വലിയ റിയാക്ഷൻ ഇല്ല. അങ്ങനെയുള്ള മദ്യപിക്കുന്നതിനുള്ള മാറ്റങ്ങളുണ്ട്, മദ്യപിക്കുന്ന അഭിനയത്തിൽ. അതുപോലെ മദ്യപിച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരുടെ സ്വഭാവം മാറുന്ന വ്യത്യാസമുണ്ട്. മദ്യപിച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്നും ഇങ്ങനെ ആടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ഷോ കാണിക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഈ ഒബ്സർവർ ഉണ്ടായിരുന്നല്ലോ ജീവിതത്തിൽ, അതായത് ആളുകൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സുധീഷ് എപ്പോഴും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ മിമിക്രി, ഞാൻ മോണോ ആക്ട് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. മോണോ ആക്ട് നാടകങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ മിമിക്രി അങ്ങനെ അധികം ചെയ്യാറില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. മിമിക്രി എന്ന് പറയുകയാണെങ്കിൽ ശബ്ദമല്ല കേട്ടോ ഉദ്ദേശിച്ചത്, എനിക്ക് അവരുടെ ബോഡി ലാംഗ്വേജ്, മാനറിസങ്ങൾ, അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓരോരുത്തരെ ശ്രദ്ധിച്ചിട്ട്, ഇപ്പോൾ സിനിമ നടന്മാരെ മാത്രമല്ല, ഇപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെയുള്ള കുറച്ച് മുമ്പായിരുന്നു കൂടുതലായിട്ട് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങനെ ആലോചിച്ച് ചെയ്യാറുണ്ട് ഞാൻ പലപ്പോഴും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ മാസ്റ്റർമാരെ അനുഗ്രഹിച്ച് സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്, ലെക്ചർമാരെ, പ്രൊഫസർമാരൊക്കെ. അപ്പോൾ ഭയങ്കര കൈയടിക്കായിരുന്നു അവിടെ. ഏകദേശം ഒരു 15 വർഷത്തോളം കാലം കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. 2009 വരെയും അനുജൻ ജീവിതം ഉണ്ടായിരുന്നു അതിനിടയ്ക്ക്. എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ ഏറെക്കുറെ അനുജൻ സ്ഥാനത്തോ അനുജനോ ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ വ്യത്യസ്തത എന്ന് പറയുന്നത് വേഷങ്ങളിലായിരുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പുതിയത് ചെയ്യാൻ സുധീഷേട്ടനായിട്ടുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരേ ടൈപ്പ് വേഷങ്ങൾ വരുമ്പോൾ സുധീഷേട്ടൻ ആ വേഷങ്ങളിൽ തൃപ്തനായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര സമാധാനം ഉണ്ടായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളിൽ. ഏകദേശം ഒരു 10 വർഷമൊക്കെ ഒരേ വേഷം കിട്ടുമ്പോൾ നമുക്ക് ഈ മടുപ്പ് ഫീൽ ചെയ്യുമല്ലോ. അതെവിടെയും പ്രകടിപ്പിച്ചിട്ടൊന്നുമില്ല. ശരിക്കും ഉള്ളിൽ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. പിന്നെ സിനിമ കിട്ടാന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. എന്ത് വേഷം എന്നുള്ള രണ്ടാമത്തെ കാര്യമല്ലേ. കാരണം നമ്മള് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിതമാർഗമായിട്ട് മാറിയല്ലോ അത്. ഞാനിപ്പോൾ ഡിഗ്രി എടുത്ത്, അച്ഛൻ പണ്ടേ പറയാറുള്ളത് എന്താ വെച്ചാൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം. അത് പണ്ട് എല്ലാവരും മക്കളോട് പറയുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു, ഡിഗ്രി എടുക്കണം എങ്ങനെയെങ്കിലും, അത് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള. പക്ഷെ അച്ഛൻ അഭിനയിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്, അത് വേറെ കാര്യം. അറിയാലോ, അച്ഛൻ നാടകക്കാരൻ ഒക്കെ ആയിരുന്നു. അപ്പൊ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാൻ BSc ഫിസിക്സ് ആയിരുന്നു, പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആ സമയത്തുള്ള ആൾക്കാരൊക്കെ MCA പഠിക്കാൻ അതിൻ്റെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്തു തന്നെ പറയാം. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ക്ലാസ്സില്ലേ, അല്ലെങ്കിൽ ജോയിൻ ചെയ്ത സമയത്താണ് ഈ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആവുകയും പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറെ പടങ്ങൾ വന്നു. മറ്റേതൊക്കെ ഓരോ വർഷം ഓരോ സിനിമകളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഉഗ്രം ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷേ ഇങ്ങനെ കുറെ സിനിമകൾ ഇപ്പൊ വന്നപ്പോ അതിൽ ഇങ്ങനെ വലിയ വലിയ ക്യാരക്ടേഴ്സ് അല്ല, ചെറിയ ചെറിയ ക്യാരക്ടേഴ്സും കുറെ വേഷങ്ങളുണ്ട് ഇങ്ങനെ എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സിനിമ അറിയാതെ ഞാനങ്ങനെ സിനിമ നടനായി പോയി. പിന്നെ ജീവിതമാർഗ്ഗമായി. മനസ്സിലായില്ല. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സിനിമകൾ കിട്ടുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ഇഷ്ടമുള്ള തൊഴിൽ ചെയ്യുന്നു, ഏറ്റവും ഇഷ്ടമുള്ള തൊഴിൽ, അതിലൊരു സന്തോഷം. അഭിനയം അതിപ്പോ എത്ര പിന്നെ റിപ്പീറ്റേഷൻ ആണെങ്കിലും അഭിനയിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ അതിൽ നമുക്ക് ഈ പറഞ്ഞ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് കിട്ടുക എന്ന് പറയുന്നത് ഭാഗ്യം പോലെ ഇരിക്കും. അത് ഓരോ ഡയറക്ടേഴ്സ് അതിന് വേണ്ടി മുതിരണം. ഇയാൾ ഇമേജ് ബ്രേക്ക് ചെയ്തൊരു സാധനം കൊടുക്കാം, അല്ലെങ്കിൽ ഇയാളുടെ ഉള്ളിൽ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തരണം. അല്ലെങ്കിൽ ഞാൻ തന്നെ പോയി മെനക്കെട്ടിട്ട് അതിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കണം. അത് ഞാൻ വളരെ വീക്ക്, അറിയാലോ. ഈ ഫിലിമോഗ്രാഫിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും എടുത്തു പറയേണ്ട ഒരു വേഷമാണ് എന്നിവർ എന്നുള്ളത്. ഒരിക്കലും സുധീഷ് എന്ന നടനിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പെർഫോമൻസ്. ഒരുപക്ഷെ കരിയറിൽ തന്നെ ഏറ്റവും കുറവ് ഡയലോഗുകൾ പറഞ്ഞ ഒരു കഥാപാത്രം, വളരെ ചുരുക്കം ഡയലോഗുകൾ മാത്രം പറയുന്ന, അച്ചടി ഭാഷ പോലുള്ള മലയാളം സംസാരിക്കുന്ന, കൃത്യമായിട്ടൊരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന, ശരീരഭാഷയിൽ പോലെ അത് പ്രകടമായിട്ടുള്ള, ഇനിയും ആളുകൾ കാണാത്ത ഒരു സുധീഷിനെ. കാരണം ആ സിനിമയ്ക്ക് ഒരു വലിയ റിലീസ് കിട്ടിയിട്ടില്ല, ഇപ്പോഴും ആൾക്കാർ കണ്ടിട്ടില്ല. ഈ എന്നിവരിലെ പോലെ ഒരു ക്യാരക്ടർ അത് വന്നപ്പോൾ ഇതിലെനിക്ക് കുറെ ചെയ്യാനുള്ളതാണോ മനസ്സിലാക്കിയത്, അതോ ഇനിയുള്ള സുധീഷ് വേണ്ട, മൊത്തത്തിൽ പുതിയൊരാളെ പ്രതിഷ്ഠിക്കാം, അതായിരുന്നു മനസ്സിലായി? എന്തായിരുന്നു? സിദ്ധാർത്ഥ് ശിവ ഒരു പടത്തിലേക്ക് വിളിക്കുമ്പോ ഞാനവിടെ പോവും. അതിൽ വേറെ ചോദ്യം ഉത്തരവില്ല. പക്ഷെ സിദ്ധാർത്ഥ് ശിവ അതിന് മുമ്പൊക്കെ തന്നെ എനിക്ക് അത്ര വലിയ വേഷം തന്നിട്ടില്ല. ഇല്ല അതിലൊന്നും അത്ര വലിയ വേഷം, നല്ല വലിയ വേഷമല്ല. പക്ഷെ സിദ്ധാർത്ഥ് ശിവന്റെ പടങ്ങൾ ഞാൻ ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം പുള്ളിക്കുണ്ട്. അതാണ് ആദ്യത്തെ പടം എന്താണ് 101 ചോദ്യങ്ങൾ. അതിലും എനിക്ക് വേണ്ടി പുള്ളി ദിവസം മാറ്റി വെച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ അങ്ങനെ എടുക്കുന്നത് എപ്പോ വേണമെങ്കിൽ എടുക്കാം, അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്നാലും പറയാ അല്ലാതെ മാറ്റി അങ്ങനെ പല സിനിമകളിലും. പക്ഷെ അപ്പൊ അത് ഞാൻ ഈ പടത്തിൽ ഞാൻ വെച്ചോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. സിദ്ധാർത്ഥ് ശിവല്ലേ, നമ്മുടെ ഫ്രണ്ടല്ലേ, പോയി അഭിനയിക്കാം. സാമ്പത്തികം ഒന്നും മോഹിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നല്ലൊരു സിനിമ, സിദ്ധാർത്ഥ് ശിവന്റെ സിനിമ നന്നായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്.
അപ്പോൾ എന്തെങ്കിലും അംഗീകാരങ്ങളോ ഇപ്പോൾ എനിക്കല്ല സിനിമയ്ക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിക്കപ്പെടുന്ന സിനിമയായിരിക്കും. നമ്മൾ കേരളത്തിൽ മാത്രമല്ല പുറത്തും എല്ലാ സ്ഥലത്തും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കാം. അങ്ങനെയുള്ള സംഭവം മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് സിനിമയ്ക്ക് പോയത് അഭിനയിക്കാനായിട്ട്. അവിടെ എത്തി പറഞ്ഞ പോലെ ഒറ്റ കോസ്റ്റ്യൂമേ പടത്തിലുള്ളൂ. അങ്ങനെ ഒരു സംഭവമാണല്ലോ കഥ. ആ ക്യാരക്ടറിന് ഇത്രത്തോളം ഡെപ്ത് ഉള്ള കാര്യം എനിക്കറിയില്ല സത്യം പറഞ്ഞു. അല്ല അത് നമ്മൾ അഭിനയിപ്പിക്കുകയാണല്ലോ. ഇത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അതായത് 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതായത് പുതുശേഖര പിന്നെ ചില സംഭവിച്ചാൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഒരു കഥാപാത്രത്തെ പറഞ്ഞു തന്നിട്ട് അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ധരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ അതിലേക്ക് വരുന്ന സ്വഭാവം എനിക്കുണ്ട്. അത് എന്താണെങ്കിലും പോലീസ് ആണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു അച്ഛനാണെങ്കിലും ദരിദ്രനാണെങ്കിലും ഒക്കെ തന്നെ അതിലേക്ക് അറിയാതെ വന്നു പോകുന്നൊരു പരിപാടി ഉണ്ട്. അതൊക്കെ അത് കൂടാതെ സിദ്ധാർത്ഥ ബോഡി ലാംഗ്വേജ് പിടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നോട്. അതായത് ഒരാളെ എനിക്ക് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു തന്നു. നമ്മൾക്കറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവിന് മനസ്സിലായി. നമുക്കറിയുന്ന രാഷ്ട്രീയ നേതാവിന് ഉദാഹരണമായിട്ട് പുള്ളി പറഞ്ഞു തന്നു. അയാളുടെ ആറ്റിറ്റ്യൂഡ്, അയാൾ അനുകരിക്കാനല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുള്ള പരിപാടിയാണ് ചെയ്യേണ്ടത്. അതായത് വടക്കൻ കേരളത്തിലുള്ള ഒരു അവരുടെ ശരീരഭാഷ. ആ ഒരു ശരീരഭാഷ. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മനസ്സിലേക്ക് അത് കയറി. പിന്നെ നമ്മൾ അങ്ങനെ ചെയ്യണം. പിന്നെ എന്താ സിദ്ധാർത്ഥ ശിവന്റെ പടത്തിൽ പുള്ളി ഒരു ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സ്ക്രിപ്റ്റ് പേപ്പറിൽ ഇല്ല എന്നുള്ളതാണ്. പുള്ളി മനസ്സിലുണ്ടാവുമായിരിക്കും, പക്ഷെ നമ്മളിന്ന് ഇരുന്നിട്ട് ചർച്ച ചെയ്തിട്ട് സംഭവിക്കുന്നതാണ്. 2-3 സീൻസിലുള്ള ആൾക്കാർ ഇരുന്നിട്ട് ഇങ്ങനെ സിറ്റുവേഷനാണ്, അപ്പോൾ അവിടെ എന്ത് പറയും എന്നുള്ള. അപ്പം ഈ രാഷ്ട്രീയക്കാരൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. കാരണം നമ്മളതിപ്പോൾ ആലോചിക്കാനേ ചിന്തിക്കാനേ പറ്റില്ല. ഞാനിപ്പോൾ നമ്മളെ ചുറ്റുപാടിൽ ജീവിക്കുന്ന കഥാപാത്രമാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഇയാൾ എന്താണ് പറയാന്ന് നമുക്കറിയില്ല. പക്ഷെ അതേ സമയത്ത് ഡിസ്കഷൻ വന്ന് സിദ്ധാർത്ഥൻ ആയിരിക്കും കംപ്ലീറ്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും അവസാനം ഏത് സ്ക്രിപ്റ്റ് പോലെ തന്നെ പറയും. പക്ഷെ നമുക്ക് അപ്പോഴാണ് സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് നമ്മൾ അത് ഡയലോഗ് പറഞ്ഞു കേട്ടിട്ട് പഠിച്ച് അഭിനയിക്കുക ചെയ്യുന്നത്. സിങ് സൗണ്ട് ആയിരുന്നു അത്, പ്രോംപ്റ്റിംഗ് ഇല്ല. അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ കുറെ ഹോളിവുഡ് പടങ്ങളെ കാണാറുണ്ട്. അപ്ഡേറ്റ് പഴയ പടങ്ങളും കാണും. അത് വെച്ചാൽ അഭിനയത്തെക്കുറിച്ച് കുറച്ചൊക്കെ വാച്ച് ചെയ്യാനും അത് ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ പക്ഷെ ഹോളിവുഡ് പടങ്ങളിലുള്ള അഭിനയ രീതികൾ നമുക്ക് ഒരിക്കലും ഇവിടെ പറ്റാറില്ല പലപ്പോഴും. കാരണം നമ്മുടെ ജീവിതത്തിൽ പക്ഷെ നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും പിടിച്ചെടുക്കാൻ പറ്റും. അത് ചില സിനിമകളിൽ മാത്രമേ നമുക്കത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കമേഴ്ഷ്യൽ എന്റർടൈൻമെന്റ് സിനിമയിൽ നമ്മളത് ഇവിടെ ചെയ്തിട്ട് കാര്യമില്ല. മൈൽഡ് ആയിട്ടുള്ള ചെറിയ ആക്ഷൻസും റിയാക്ഷൻസും സൈലന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളും ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ചില കാര്യങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ട് ഡയലോഗ് പറയുന്ന കാര്യങ്ങളും അതിനിടയ്ക്കുള്ള നോട്ടങ്ങളും കുറച്ചൊരു ലാഗ് അങ്ങനെയല്ല, അറിയാത്ത രീതിയിലൊക്കെ ചെയ്തിട്ടുള്ള അതൊക്കെ ഈ സിനിമയിൽ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴേ ലഭിക്കുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ പോലെ പെർഫെക്ഷൻ കിട്ടുന്നല്ല, നമ്മുടെ മനസ്സിന് സന്തോഷം, ഒരു സംതൃപ്തി. അങ്ങനെ അത് ഹോളിവുഡിലുള്ള ഇംഗ്ലീഷുകാർ ചെയ്യുന്ന പോലെയല്ല, നമ്മൾ മലയാളികൾ എങ്ങനെ ഇത് ചെയ്യുന്നു. അതിൽ ചില ക്യാരക്ടേഴ്സ് വന്നാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇതുപോലെ ഈ ഞാൻ പറഞ്ഞു രാഷ്ട്രീയ നേതാവിന്റെ അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുമ്പോൾ അങ്ങേർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്. ആ ഒരു പെർഫോമൻസിൽ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം പല ചിന്തകളും മനസ്സുള്ള ആളാണ്, മനസ്സിലായില്ല. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും പല ആറ്റിറ്റ്യൂഡ് ചിന്തകളൊക്കെ മനസ്സിലുണ്ട്. അതിന് മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, ചില മൂവ്മെന്റ്സ്, ഇന്റേണൽ ആയിട്ടുള്ള പരിപാടി. അതിപ്പോ എന്തെങ്കിലും പറയേണ്ടത് എനിക്ക് അറിഞ്ഞു. പക്ഷെ അതൊക്കെ ഞാൻ അറിയാതെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോയി റീവാച്ച് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടുള്ള 1-2 പടം പറയോ? ഇഷ്ടം പോലെ അങ്ങനെ പറയാൻ പറ്റില്ല, ഒരുപാടുണ്ട്. ഈ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്താണ് അയാളുടെ ഒരുപാട് പടം കണ്ടിട്ടുണ്ട്. എല്ലാ പടം കണ്ടു തന്നെ പറയാം. എനിക്കറിയില്ലായിരുന്നു. അതിൽ ആക്ഷൻ അല്ലെങ്കിൽ വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ എല്ലാ പടങ്ങളും അതിലൊക്കെ എല്ലാം കാണാറുണ്ട്. ജാങ്കോ ഒക്കെ ഇല്ലേ, എല്ലാം കാണും, പടങ്ങളൊക്കെ കാണും. പഴയ പടങ്ങളും 12 Angry Men അതൊക്കെ ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും കേസ് കളിക്കുന്നത്. ഒരു ചാമ്പർ ഡ്രാമ പോലെ ആട്ടം ഇറങ്ങിണ്ടായിരുന്നില്ലേ വിനയ് ഫോർട്ടിന്റെ, അതുപോലത്തെ ഒരു ഓക്കെ. ഇതിനപ്പം എങ്ങനെയാ, ഇതൊരു ആക്ടർ ആവണം ഇതിൽ പ്രിപ്പയർ ആവണം വെച്ചിട്ട് കാണുന്നതാണോ അതോ ആസ്വദിക്കാനും പിന്നെ ആക്ടിങ്ങിന്റെ കാര്യം, അവരുടെ ആക്ടിങ് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഡയറക്ഷൻ മേക്കിംഗ് രീതിയും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയായിരുന്നോ ഇത്ര ഇഷ്ടമാണ് ഒരു സിനിമ വിദ്യാർത്ഥി ഉള്ളിലുണ്ട്, അങ്ങനെ അറിയാവുന്ന സംവിധായകരൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല,
ഇല്ല, അങ്ങനെ പറയാറില്ല പൊതുവെ. അല്ല, ഈ അടുത്തായിട്ട് ഇങ്ങനെ സിനിമകൾ കണ്ടു തുടങ്ങിയത്. പണ്ടൊക്കെ ഞാൻ അങ്ങനെ ഈ പടങ്ങളൊന്നും പണ്ട് കണ്ടിട്ടില്ലല്ലോ. പണ്ട് നമ്മൾ കാണുന്ന ഇംഗ്ലീഷ് പടങ്ങൾ എന്ന് പറഞ്ഞാൽ തീവണ്ടിക്ക് ശേഷമാണ് ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും. തീവണ്ടിക്ക് ശേഷമായിരിക്കും കൂടുതൽ ഇങ്ങനെയുള്ള സിനിമകൾ കാണുന്നതൊക്കെ. കറക്റ്റാണ്. ഓക്കെ ഓക്കെ ഓക്കെ. രുദ്രാക്ഷന് എത്രമാത്രം കൈയുണ്ട് ഇതില്? ഒരുപാടുണ്ട്. അവരാണ് ഓരോ സിനിമകൾ തപ്പിപ്പിടിച്ച് കാണിച്ച് കൊണ്ടുതരുന്നത് എനിക്ക് തോന്നി. അദ്ദേഹം പറഞ്ഞിട്ട് സീരീസുകളൊക്കെ കാണലുണ്ട്. ഏത് വെബ് സീരീസുകളൊക്കെ കാണും? വെബ് സീരീസ് മറ്റേ ഇതാണ് മറ്റേ ബ്രേക്കിംഗ് ബാഡ് അല്ലേ? അതൊക്കെ കിട്ടില്ല. ബ്രേക്കിംഗ് ബാഡ് ഒക്കെ ശരിക്കും ആക്ടർ എന്നുള്ള രീതിയിൽ കാണേണ്ട ഒരു പിന്നെ ഇതാ. പിന്നെ ഇപ്പൊ അടുത്ത് കണ്ടില്ല, ആ സമയത്ത് ഇറങ്ങിയ വെബ് സീരീസ് 2-3 കണ്ടിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസ് പിന്നെയുണ്ട് ആ സമയത്ത് ഇറങ്ങി. അയാളുടെ അഡ്വക്കേറ്റിന്റെ ഒരു വെബ് സീരീസ് ഇല്ലേ, ബെറ്റർ കോൾ സോൾ. സുധീഷന്റെ ഇപ്പത്തെ അവസ്ഥക്ക് ചൂസ് ചെയ്യുന്ന റോളുകൾക്ക് കാണാൻ പറ്റിയ സീരീസുകൾ അതൊക്കെ. അതായത് സുധീഷനൊക്കെ അങ്ങനത്തെ വേഷങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. അതെ, പ്രയോഗിക്കാൻ പറ്റും. അത് എപ്പോഴെങ്കിലൊക്കെ പറ്റുമായിരിക്കും, സംഭവിക്കാം. നല്ല ഡയറക്ടേഴ്സ് വരണം, ചെയ്യാം. ഇപ്പൊ വേഷങ്ങളായിട്ട് വരുന്ന ആളുകളുടെ ഒരു ആവശ്യമായിട്ട് എന്താ സുധീഷേട്ടൻ മനസ്സിലാക്കുന്നത്? സുധീഷേട്ടൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്നാ തോന്നുന്ന ഒരു ഡയറക്ടറോ റൈറ്ററോ സമീപിക്കുമ്പോ? ഇപ്പോഴോ? അപ്പൊ പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ, മമ്മൂക്ക, ഒരു അനിയനാണെങ്കിൽ ഇപ്പൊ പെർഫെക്റ്റ് ആണ്. അവിടെ പോയി നിന്ന് ബിഹേവ് ചെയ്താൽ മാത്രം മതി. അതൊരു എളുപ്പമായിരുന്നു. സുധീഷ് എന്നുള്ള നടന്റെ ഒരു എളുപ്പമായിരുന്നു. അല്ലെങ്കിൽ ഒരു കോളേജിൽ കൊണ്ടുപോയി പ്ലേസ് ചെയ്താൽ അതൊരു എളുപ്പം ഉണ്ടായിരുന്നു. ഇപ്പൊ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എന്താ സുധീഷേട്ടൻ എന്ന് പ്രതീക്ഷിക്കുന്നത്? കൂടുതലായിട്ട് ഈ അടുത്ത കാലത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷെ എന്താ ഒരു പാവപ്പെട്ട അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കുറച്ച് അധികം ഇടയ്ക്ക് വന്നിരുന്നു. പല ആൾക്കാരെ വിളിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. അത് കുറച്ച് മാറിയിട്ടുണ്ട് ഇപ്പൊ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ധീരനിലെ ജോപ്പൻ എന്നെ വിളിക്കുന്നുള്ള കാര്യം. കാരണം അത്രയധികം കൗണ്ടേഴ്സും അത്രയധികം തിയേറ്റർ റെസ്പോൺസും വരേണ്ട ഒരു കഥാപാത്രമാണത്. അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇപ്പൊ ഡിഫറെന്റ് ആയിട്ട് വിളിക്കുന്നുണ്ട് ക്യാരക്ടേഴ്സ്. അതാണ്. അപ്പൊ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു 45 തൊട്ടിട്ട് ഒരു 65 വരെയുള്ള ഏജിലുള്ള കഥാപാത്രമാണ് കൂടുതലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പല സ്വഭാവങ്ങളുള്ള രീതിയുണ്ട്, നെഗറ്റീവ് ആവാം ഒക്കെ. അപ്പൊ അതിനൊക്കെ മാറിയിട്ട് ഒരു ഡിഫറെന്റ് ലുക്കില് ഒരു പരിപാടി ചെയ്യാൻ പറ്റി ധീരനില്. അതെനിക്ക് സത്യം പറഞ്ഞാൽ അത് കഥ കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിൽ കഥാപാത്രത്തെ പറ്റി കേട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. പിന്നീട് അവിടെ ലൊക്കേഷനിൽ ചെന്നിട്ട് ആ രൂപം അങ്ങനെ ആക്കിയെടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാൻ അതിലേക്ക് അങ്ങോട്ട് ഇൻവോൾവ് ആയി എന്നുള്ളതാണ് സത്യം. സത്യമായിട്ടും കാണുമ്പോൾ നമുക്ക് പണ്ടൊക്കെ ഈ മാമുക്കോയ സാറും അല്ലെങ്കിൽ പപ്പു ഒക്കെ ചെയ്യുന്ന വേഷങ്ങളുണ്ടല്ലോ, അതിനെ മൊത്തത്തിൽ ആവാഹിച്ചെടുത്ത് ചെയ്ത പോലെയാണ് തോന്നുന്നത്. കാരണം അവരാണല്ലോ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്തിരുന്നത്. അതായത് പകല് മൊത്തം എന്തെങ്കിലും ജോലി ചെയ്യുന്നു, രാത്രി വേറെ എന്തെങ്കിലും ആയിരിക്കും അവരുടെ പരിപാടി. അത് നമ്മുടെ 80s അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിന്റെ പുതിയൊരു വേർഷനാണ് നമ്മളിവിടെ കാണുന്നത്. മാത്രമല്ല അയാൾക്ക് വേറെ ഉത്തരവാദിത്തങ്ങളില്ല, അയാൾക്ക് ഒരു കുടുംബമില്ല, അയാൾ ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളുടെ ടേംസിൽ. അതെ അതെ ഹാപ്പിയാണ്. പിന്നെ ഈ കള്ളൻ വേഷങ്ങൾ എനിക്ക് അത്ര പുത്തരിയൊന്നും അല്ല. ആധാരത്തിൽ തുടങ്ങി. പിന്നെ വേറെ പ്രധാനപ്പെട്ട സിനിമയാണ് ചെപ്പടി വിദ്യ എന്നുള്ള സിനിമ. അതിനും മോഷണം ഒരു കലയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീനിയേട്ടൻ്റെ കൂടെ കൂടുന്നതാണ്. അപ്പൊ അങ്ങനെ വേഷങ്ങൾ, കള്ളൻ വേഷങ്ങൾ അങ്ങനെ ഒരു ബാക്കിൽ കിടക്കുന്നുണ്ട്. പക്ഷെ കുറച്ചു കാലത്തിന് ശേഷമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു കള്ളൻ വരുന്നത്. ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഫൺ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു കള്ളൻ. അപ്പോൾ അതിന്റെ കൂടെ ജോളി അടിച്ച് നടക്കാം, അതിന്റെ കൂടെ അല്പം മോഷണങ്ങളാവാം, അതാരും അറിയാത്ത രീതിയിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഒരു സംഭവം. ഇതിൽ ഈ പടത്തിലൊരു പരിപാടി ഉണ്ട്, അതിന്റെ ആരും അറിയുന്നില്ല. നമ്മൾ അവസാനം പറയുന്നുണ്ടല്ലോ. എന്നാലും എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്യുന്നുണ്ട് ഒരു നടൻ എന്നുള്ള രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കക്കാൻ ഇറങ്ങുന്ന ഒരു സുധീഷ് എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. കക്കാൻ ഇറങ്ങി ഞാനോ? അല്ല, കഥാപാത്രമായിട്ട് അല്ല, കഥാപാത്രങ്ങൾ ഇപ്പൊ ഏതൊക്കെയാ വരെയെന്ന് പറയാൻ പറ്റൂല. എണ്ണയൊക്കെ തേച്ച് ഇറങ്ങുന്ന ഒരു സീന് ബാലേട്ടനിലുണ്ടായിരുന്നു. അങ്ങനെ ആ സിറ്റുവേഷൻ എന്തായിരുന്നു? അതായത് അത് ലാലേട്ടൻ എന്റെ പോക്കറ്റ് അടിക്കുന്നു. അവിടെ ചെറിയൊരു കള്ളൻ ലാലേട്ടനാണ്. കാരണം പുള്ളി അങ്ങനെ ജീവിതം അങ്ങനെയാണല്ലോ. പുള്ളി പിന്നെ എല്ലാരും സഹായിച്ച് കിടക്കുന്ന ഒരു ബാലേട്ടനാണല്ലോ. അപ്പൊ പുള്ളിയുടെ സ്വന്തം ചെലവിന് പുള്ളിയുടെ കയ്യിൽ കാശ് ഉണ്ടാവില്ല. അപ്പൊ അനിയന്റെ പോക്കറ്റിൽ പതുക്കെ എടുക്കുന്നത്. അപ്പൊ എണ്ണ കഴിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് പുള്ളി പതുക്കെ അപ്പുറത്ത് ഒരു എടുക്കുന്നത്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ പെട്ടെന്ന് ഓർമ്മ വന്നു ഇതിൽ എണ്ണ കഴിച്ച് അഭിനയിക്കുന്ന സമയത്ത്. സിനിമയുടെ അകത്ത് ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ട് ആളുകൾ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങി പറയുന്ന ഒരു ഏരിയയാണ് ഈ അശോകൻ ചേട്ടനായിട്ടുള്ള കോമ്പിനേഷൻസ്. ഇതിൽ എടുത്തു പറയേണ്ടത് അശോകൻ ചേട്ടൻ നിൽക്കുക തന്നെ അമരത്തിനെ നിന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്
ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, മുഴുവൻ സ്വാതന്ത്ര്യം എടുത്തിട്ട്. ഇതില് മറ്റൊരു ആകസ്മികത എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അശോകൻ ചേട്ടന്റെ ചെറുപ്പകാലം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സുധീഷ് ചേട്ടൻ ഒഫീഷ്യലി മലയാള സിനിമയിലേക്ക് വരുന്നത്. അങ്ങേരുടെ ഒരു ഹാപ്പി ടൈം എൻജോയ് ചെയ്യുന്നത് പോലെയാണ് നമുക്ക് ആ സിനിമ മൊത്തം തോന്നിയത്. നിങ്ങൾ നമ്മളുടെ കെമിസ്ട്രികളും അല്ലെങ്കിൽ പറയുന്ന കൗണ്ടറുകളും പലതും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രസം പോവും. അത്രയും രസകരമായിട്ടുള്ള കൗണ്ടറുകളാണ്. അതിന്റെ മറ്റൊരു പാർട്ട് എന്താ വെച്ചാൽ നിങ്ങളിൽ നിന്ന് ഇത് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അശോകൻ ചേട്ടൻ നിന്നും സുധീഷ് ചേട്ടൻ നിന്നും ഉണ്ടാക്കിയിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു സ്വഭാവം വെച്ച് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. എങ്ങനെ ഈ ഗിവ് ആൻഡ് ടേക്ക് സാധിക്കുന്നത്? അശോകേട്ടനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ആത്മബന്ധമുണ്ട്. ഉണ്ട്. അത് ഒന്നാമത് എൻ്റെ ആദ്യത്തെ സിനിമ അശോകേട്ടൻ ചെറുപ്പക്കാരായിട്ട് അഭിനയിക്കുന്നു. അപ്പം ഞാൻ ആദ്യം കാണുന്ന സിനിമാ നടന്മാരിൽ ഒരാളാണ് അശോകേട്ടൻ. മമ്മൂക്ക, ശോഭനയൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ അശോകേട്ടനും അതിന് മെയിൻ റോളാണ് ചെയ്യുന്നത് അനന്തരത്തിൽ. അപ്പം അങ്ങനെ ഒരു ആരാധനയും പിന്നെ അതേപോലെ തന്നെ അടൂർ സാറിൻ്റെ പടത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നതുകൊണ്ട് എന്താണെന്നറിയില്ല എപ്പോഴും ഒരു ആത്മബന്ധമുണ്ട്. അശോകേട്ടൻ എപ്പോഴും എൻ്റെ അച്ഛനെ കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ എപ്പോഴും അറിയാം, എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പുള്ള പിന്നെ ഒരു എന്താ പറയുക, അശോകേട്ടൻ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ നമ്മളൊരു സിനിമ വിട്ടിട്ട് നമ്മൾ പുറത്തുള്ള ടോക്ക് അല്ലാതെ ഫ്രീ ടോക്ക് അല്ലാതെ നമുക്കൊരു റിലേഷൻഷിപ്പ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ട് സ്നേഹം ഫീൽ ചെയ്യും, ഒരു ഫാമിലി മെമ്പർ പോലെ ഫീൽ ചെയ്യും. അപ്പം അങ്ങനെയാണ് ഏട്ടനും ഇതിനായിട്ട് അഭിനയിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ഗിവ് ആൻഡ് ടേക്ക് സംഭവിച്ചത്. പിന്നെ സെറ്റ് അങ്ങനെ ആയിരുന്നല്ലോ, അവിടെ എല്ലാവരും ബ്രദേഴ്സ് പോലെ തന്നെ, മനോജ് ചേട്ടനും ജഗദീഷേട്ടനൊക്കെ അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരും നല്ല രീതിയിലായിരുന്നു. അപ്പൊ അങ്ങനെ സംഭവിച്ചാണത്. ശരിക്കും ഈ ജോപ്പന്റെ തൊഴിലായിട്ട് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവത്ത്? കാരണം അയാൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. അയാൾക്ക് പാർട്ട് ടൈം ആയിട്ട് അയാൾക്ക് വാറ്റുന്ന പരിപാടി ഉണ്ട്. അയാള് അത് ചിലപ്പോ സ്ക്രാപ്പിൽ നിന്ന് കൊണ്ടുവന്നതാണോ അത് അയാൾ എവിടത്തെങ്കിലും അടിച്ചു മാറ്റിയതാണോന്ന് അറിയില്ല. ആദ്യമായിട്ടൊരു ഭണ്ഡാരത്തിന് പൈസ ഇട്ടിട്ട് സ്വന്തം വീട്ടിലൊരു ഭണ്ഡാരം വെച്ചിരിക്കുക അയാള്. അതിനെ ഭയങ്കര ഭക്തിപൂർവ്വം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ. അയാൾക്ക് അത്യാവശ്യം തെങ്ങേറ്റം അറിയാം, അത്യാവശ്യം കുറെ കാര്യങ്ങൾ അറിയാം. എന്താ ശരിക്കും ക്യാരക്ടറിനെ പറ്റി, ക്യാരക്ടർ ഡിസൈൻ എന്നുള്ള രീതിയിൽ ജോപ്പൻ എന്താന്നാ പറഞ്ഞു? അല്ല, ഞാൻ തിയേറ്ററിൽ പോയി കണ്ട സമയത്ത് എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ സീൻ ഉണ്ട്. ഡോക്ടറായിട്ട് ഇങ്ങനെ വെച്ചിട്ട് വേറെ നോക്കുന്നത് എന്താണ്, മറ്റേ വാറ്റ് തിളച്ചിട്ടുണ്ടോ നോക്കുന്നത്. അപ്പൊ ചിരിയുണ്ട്. അത് കൂടാതെ തൊട്ട മുമ്പത്തെ ഒരു സീറ്റ് ഒരാൾ ഇത് നല്ലൊരു ഐഡിയ ആണല്ലോ, സാധ്യത ഐഡിയ ആണല്ലോ പരിപാടി. എനിക്ക് തോന്നുന്നു അയാൾ ഡോക്ടറാണോ സംശയമുണ്ട്, ഒറിജിനൽ ഡോക്ടറാണോ സംശയമുണ്ട്. അങ്ങനൊക്കെ ഒരു എന്താ പറയുക, ഞാനും ആദ്യമായിട്ടാണ് ഒരു ഇങ്ങനെയുള്ള പരിപാടി ചെയ്യുന്നത്. പടത്തിൽ തന്നെ ആ വീടിന്റെ സീൻസ് കാണിക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെന്റ് കാര്യങ്ങൾക്കാണ്. നമ്മളെ ബേക്കറിയിലുള്ള മറ്റേ പിന്നെ കണ്ണാടി ഫ്രിഡ്ജാണ് നമ്മൾ ഡ്രസ്സ് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനകത്ത് അങ്ങനത്തെ ഒരു സംഭവമുണ്ട്. നമ്മുടെ അലമാര എന്ന് പറയുന്നത് അതാണ്. ബേക്കറി കോൾഡ് സ്റ്റോറേജിന്റെ ആ ഫ്രിഡ്ജ് ഇല്ലേ, അതാണ് നമ്മുടെ അലമാരയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഐഡിയാസ് ഉള്ള ആളാ ജോപ്പൻ. ചില്ലറക്കാരനല്ല, ഒരു എന്താ പറയാ ക്രിയേറ്ററും കൂടിയാണ് പുള്ളി. ഇതില് ആ കോസ്റ്റ്യൂംസ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതായത് മൊത്തം അയാളുടെ ആ സെലിബ്രേഷൻ കൂടെ അയാളുടെ ഷർട്ടിൽ കാണാം, ഈ കളങ്കളം അബ്സ്ട്രാക്ട് ഡിസൈൻ ഷർട്ട്സ്. അതൊക്കെ അടിച്ചു മാറ്റിയല്ലേ, ഇത് എവിടുന്ന കിട്ടുന്ന അറിയില്ലല്ലോ ഷർട്ടൊക്കെ. അപ്പൊ ഉള്ളതൊക്കെ അയാൾക്ക് യോജിച്ച ഷർട്ടൊന്നും ഇടുക എന്നുള്ളതല്ല, നല്ല കളർഫുൾ സാധനം കണ്ട അടിച്ചു മാറ്റുക. അതൊന്നും കാണിക്കുന്നില്ല പടത്തില്. അതായിരിക്കും പുള്ളിയുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഇതൊക്കെ ചോദിച്ച് മനസ്സിലായി. മാത്രമല്ല അൺസൈസ് ആയിരിക്കും പലപ്പോഴും ഷർട്ടൊക്കെ. അങ്ങനെയുണ്ട് ചിലതൊക്കെ. സൈസ് നോക്കിയിട്ട് കടയിൽ പോയി വാങ്ങുന്ന ആളല്ലല്ലോ. ആ സന്ദർഭത്തിന് ഒട്ടും യോജിക്കാത്ത കൗണ്ടറുകൾ പറയുന്നുണ്ട് ജോപ്പൻ. എനിക്ക് ഇടയ്ക്കൊക്കെ പണ്ട് ശ്രീനിവാസൻ സിനിമകളിലെ ചില കഥാപാത്രങ്ങളെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അത്രയധികം തണുപ്പത്ത് നിൽക്കുമ്പോ ഒരാൾ എണ്ണ വെച്ചിട്ട് പറയണം, എന്താ എണ്ണ വെച്ചിട്ട് ഒന്ന് കുളിക്കാറിയതാ. അതിനെക്കാട്ടും കൗണ്ടർ എന്ന് വെച്ചാൽ ഷോർട്ടിൽ വേറെ പ്രത്യേകത ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു സ്വെറ്റർ ഇട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. ഞാൻ പറയുന്നുണ്ടല്ലോ, എന്താ ഒന്ന് കുളിക്കാറിയത് ഭയങ്കര ചൂടേ, അപ്പൊ മറ്റേ സ്വെറ്റർ ഇട്ട് രണ്ടുപേരും തുടങ്ങിയിട്ട് ആ ഷോട്ടിന് പ്രത്യേകതയാണ്. നമ്മളെ പെർഫോമൻസിന് മാത്രമല്ല, അവിടെ ആൾക്കാർ ചിരിച്ചു ആ ഷോട്ട് കണ്ടിട്ട്. അവരങ്ങോട്ടും നോക്കുന്നുണ്ട്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്വെറ്റർ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന രണ്ട് പ്രായമുള്ള ആൾക്കാർ. അവർ അത്രയധികം പ്രശ്നത്തിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുമ്പോ നല്ല തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതെ 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 അതെ, ഹ്യൂമർ അത് മറ്റേ ഇതിന്റെ അറിയാലോ. അതെ അതെ, എന്താണ് ആ പ്രശ്നം, ആ ഡയലോഗിന്റെ ഒരു പ്രത്യേകത അറിയാലോ. മറ്റേ പറഞ്ഞിട്ടുണ്ടല്ലേ, അതേപോലെ ചെയ്യാനിട്ടാ. അതുപോലെ കഴിഞ്ഞാല് റിപ്പീറ്റേഷൻ ആവും. പിന്നെ ജോപ്പൻ അങ്ങനെ ചെയ്യില്ലല്ലോ. ജോപ്പൻ അങ്ങനെ സിനിമയൊക്കെ കണ്ട് അങ്ങനെ വാച്ച് ചെയ്ത് പറയുന്ന ഒരാളൊന്നും അല്ല. അയാൾ സ്വാഭാവികമായിട്ടത് പറഞ്ഞാണ്. പക്ഷെ അതിന്റെ ഉദ്ദേശിച്ചത് മറ്റേ സംഭവമാണ്, മനസ്സിലാക്കലല്ലേ. ഇപ്പൊ സിനിമാ സർക്കിളുകളിൽ അറിയുന്ന ആളുകൾക്ക് അറിയാം, സുധീഷ് ചേട്ടൻ എപ്പോഴും ഒരു മാന്യനായ മനുഷ്യനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു സൽപ്പേരുണ്ട്. പക്ഷെ ഇതിനകത്ത്
ഒട്ടും ആ പേരിന് യോജിക്കാത്ത പ്രവർത്തികളൊക്കെയാണ് ചെയ്യുന്നത്. അതായത് ആളുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്താക്കുക, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാവുന്ന കാര്യം ഒരു കടയിൽ പോയിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലെ ഒരു യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് അതിനെ വേറൊരു സാധ്യതയായിട്ട് മനസ്സിലാക്കിയിട്ട് അയാൾ വേറെ ചില പാനീയങ്ങളൊക്കെ കൊണ്ടുവരിക. എനിക്ക് മൊത്തമായിട്ട് പറയാൻ പറ്റില്ല. ഇത്രയും അലമ്പുള്ള മനുഷ്യരെ കണ്ടിട്ടുണ്ടോ, അതോ ഇത് ഇമാജിനേഷൻ ആയിരുന്നോ? ഉടനീളമൊന്നും കണ്ടിട്ടില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാർ ആറ്റിറ്റ്യൂഡുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കുമ്പോൾ ഇയാൾ ഇങ്ങനത്തെ ഒരാളായിരിക്കാം എന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. നമ്മൾ കല്യാണ വീടുകളിൽ പോകുമ്പോൾ ചില ആൾക്കാരുണ്ട്, പ്രത്യേക തരം ആൾക്കാരുണ്ട്. അപ്പോൾ അയാളുടെ ആ ആറ്റിറ്റ്യൂഡ് ആ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരാളായിരിക്കാം ജോപ്പൻ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. ഉടനീളം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ ബാക്കി ഇദ്ദേഹം പറഞ്ഞിരുന്നതും പിന്നെ നമുക്ക് എന്തോ ആ ഒരു സാധനം കൊണ്ട് കയറേ ഉള്ളിലേക്ക്, അത്രേ ഉള്ളൂ. അത് ചെയ്യുമ്പോൾ ഇയാളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഈ സ്ലാങ് എങ്ങനെ പിടിച്ചു? സ്ലാങ് പുള്ളി പറഞ്ഞു തന്നെയാണ്, നമ്മുടെ ദേവത്ത് പറഞ്ഞു തന്നെ മാക്സിമം പിടിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. മറ്റേ പെരുമ്പാവൂർ ആ സ്ലാങ് ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടും. വന്നാർന്നോ പോയായിരുന്നോ, എന്നടാവേ എന്ന് പറയുന്നത് അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, എന്നടാവേ. അങ്ങനെയുള്ള കുറെ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിട്ട്. സ്ലാങ് എപ്പോഴും എനിക്ക് പറഞ്ഞ പോലെ ഇതിലെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, എന്നാലും അത്യാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ച് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. ക്യാരക്ടേഴ്സ് അങ്ങനെ ക്യാരക്ടേഴ്സ് വരുമ്പോഴേ ഡിഫറെന്റ് സ്ലാങ് ഉള്ള പയ്യനൊരു ഭാഷ, മറ്റേ ഇത് കണ്ടില്ലേ സുരേഷിന്റെ കംപ്ലീറ്റ് പിടിച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് അങ്ങനെ തന്നെ മാക്സിമം പിടിച്ചിട്ടുണ്ട്. തീവണ്ടിയിലെ കഥാപാത്രത്തിന്റെ ചെറിയൊരു ഐറ്റം ഇത് വരും, കാരണം ബാക്കിയുള്ള കാര്യത്തിൽ ശ്രദ്ധയില്ല. ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, ഒരലസൻ മദ്യപിച്ച് കിടക്കുന്ന ഒരാള്, കള്ളൻ അല്ല എന്നുള്ളൂ തീവണ്ടി. ചെറിയൊരു ഡൈവേർഷൻ ഉണ്ട്, ലൈറ്റ് ആയിട്ട് അതിന്റെ ഒരു ഡെറിവേഷൻ ചെറിയൊരു. ഈ സൂസു ഹൃദയാരിയെ പ്രണയത്തെ ലുക്കും ആളുകൾ എടുത്തു പറയും, ഒട്ടും മനസ്സിലാവാതിരിക്കും. സിനിമ അത്രത്തോളം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും എനിക്ക് ഉഗ്രം ക്യാരക്ടർ ആയിരുന്നു അത്. നല്ലൊരു, ഞാൻ ഭയങ്കര എന്താ പറയാ സന്തോഷത്തോടെ, ജനങ്ങൾ എടുക്കാത്തൊരു ചെറിയ വിഷമം മാത്രമുള്ള സിനിമ. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കഥാപാത്രം, കാരണം നാടകക്കാരനാണ്. അത് എൻ്റെ അച്ഛൻ്റെ പല മാനറിസങ്ങളും എനിക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ്. ഇപ്പൊ കൊച്ചിയിലുള്ളവർക്കോ അല്ലെങ്കിൽ മലയാള സിനിമ അറിയുന്നവർക്കോ ഒക്കെ ഈ സുധാകരൻ നായർ എന്ന് പറയുന്ന ആള് സുധീഷന്റെ അച്ഛനാണെന്ന് അറിയുള്ളൂ. പക്ഷെ കോഴിക്കോട് നാടക സർക്കിളില് സുധാകരൻ നായരുടെ മകനാണ് സുധീഷ്. തീർച്ചയായിട്ടും അതെ അതെ, അത്രയൊരു വലിപ്പമുണ്ട് അദ്ദേഹം. അല്ല, ആ കഥാപാത്രത്തിന്റെ പേരും സുധാകരൻ നായർ എന്നായിരുന്നു. അതൊക്കെയാണ് എന്റെ. അപ്പൊ തന്നെ നമുക്ക് കയറിയല്ലോ സാധനം, ആവേശം. പിന്നെ അച്ഛന്റെ ഒരു സ്വഭാവം, നാടകക്കാരന്റെ ഒരു ഇതുണ്ട്. വീട്ടിലൊക്കെ ആണെങ്കിൽ പുള്ളി പെർഫോമൻസ് ആയിരിക്കും പലപ്പോഴും. എപ്പോഴും നാടകം ഉള്ളിൽ അഭിനയിക്കുന്നുള്ള ത്വരയുള്ള ഒരാളാണല്ലോ. അപ്പൊ അത് എന്താ പറയാ, അത് അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയാണ്. പൊതുവാളുടെ പക്ഷെ ജനങ്ങളിലേക്ക് എത്തിയില്ല എന്നുള്ള ഒരു ചെറിയൊരു എന്താ പറയാ എക്സ്പെരിമെന്റൽ പരിപാടി ആയി പോയല്ലോ. അതാണ് ഈ അച്ഛന്റെ ചോയ്സ് ഓഫ് സിനിമകളും അച്ഛൻ ചെയ്തു വെച്ചിട്ടുള്ള ഫിലിമോഗ്രഫിയും ഭയങ്കര അടിപൊളിയാ, ഭയങ്കര ലെജൻഡറി എന്നൊക്കെ പറയണ. സദ്യയോ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകങ്ങളായാലും ശരി, എത്രയോ വേദികളുടെ ബെസ്റ്റ് ആക്ടർ, എത്രയോ നാടകോത്സവങ്ങളുടെ പ്രധാനപ്പെട്ട ആള്. ഈ 2016 അദ്ദേഹം ലോകത്തെ വിട്ടു പോകുന്നതാണ് എൻ്റെ അറിവ്. ഈ ഇപ്പൊ സുധീഷേട്ടന് ഇപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതായത് ഒരു ഏത് ക്യാരക്ടറിലേക്കും ഏത് ഭൂമികയിലേക്കും ഏത് സംസ്കാരത്തിലേക്കും സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സുധീഷേട്ടൻ. ഇങ്ങനെ സുധീഷേട്ടൻ അദ്ദേഹം കാണണമായിരുന്നു, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും. അയ്യോ, എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോൾ ഏറ്റവും വലിയ വിഷമം അതായിരുന്നല്ലോ. അത് അച്ഛൻ ഉണ്ടായിരുന്നില്ല കാണാനെന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴാണ് ശരിക്കും ഡിഫറെന്റ് ക്യാരക്ടേഴ്സൊക്കെ ഞാൻ ചെയ്യുന്നുള്ള അച്ഛൻ അറിയുമല്ലോ ഉണ്ടായിരുന്നെങ്കിലും. അതൊക്കെ ഓരോ നിമിത്തം യോഗങ്ങളാണ്, നോക്കിയിട്ട് കാര്യമില്ല. ജഗദീഷേട്ടന് സമ്മാനമായിട്ടൊരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വൈഫ് പോയതിനു ശേഷമാണല്ലോ അദ്ദേഹത്തിന് ഇത്രയധികം വെറൈറ്റി വരാൻ തുടങ്ങിയത്. ഈ ജഗദീഷേട്ടന്റെ പുതിയൊരു വേർഷൻ കാണാൻ രമേശ് മാം ഇല്ല എന്നുള്ളൊരു കാര്യം എന്നോട് പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടെ എല്ലാവരും വൈഫും മക്കളും അമ്മയൊക്കെ ഫുൾ സപ്പോർട്ടിങ് ആണ് എപ്പോഴും. ഭാര്യ നല്ലൊരു വിമർശകയാണ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അവിടെ വലിച്ചു കയറും, അവിടെ വലിച്ചു കയറും. ചെറിയ ചെറിയ തെറ്റുകളെ കണ്ടുപിടിച്ചിട്ട് ഭയങ്കരമായിട്ട്. കോളേജ് കാലഘട്ടത്തെ പുഷ്കരകാലം അഭിനയിച്ചോണ്ടിരുന്നപ്പോ എന്തായിരുന്നു വിമർശനമായിട്ട് പറഞ്ഞിരുന്നത്? അന്ന് ഞാൻ വിമർശിക്കാറില്ല. അന്നല്ല, കല്യാണത്തിന് മുമ്പല്ല അത്. അതിപ്പോ അതൊക്കെ അന്ന് കണ്ടു കഴിഞ്ഞ സംഭവങ്ങളാ. ഇപ്പൊ ഈ ക്യാരക്ടർ റോളിലേക്കൊക്കെ വന്നപ്പോഴാണ് അതാരായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ആ സമയത്ത്. അപ്പൊ നല്ല പെർസ്പെക്റ്റീവ് ഉള്ള ആളാ. അതാരാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ. പിന്നെ അതിപ്പോഴും പറയുമ്പോ ആധാരം തന്നെ പറയാൻ സാധ്യതയുണ്ട് മിക്കവാറും. പിന്നെ ഈ പറഞ്ഞ ഈ അടുത്ത കാലത്തൊക്കെയാണ് കൂടുതലായിട്ടും ഇപ്പൊ തീവണ്ടിക്ക് ശേഷം എന്ന് പറയാം. അതാണെങ്കിൽ കുറച്ച് അവസരങ്ങൾ കിട്ടി. റിപ്പീറ്റേഷൻ ഉണ്ടെന്നൊക്കെ വന്ന് പറയും. ഏത് അഭിനയ കഥാപാത്രത്തിൽ ഒരു ആവർത്തന രസത ഉണ്ടെന്നൊക്കെ വന്നാൽ വൈഫ് അതുപോലെ തന്നെ വന്ന് പറയും. പിന്നെ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്,
ഈ വിമർശനം പല രീതിയിലും ഒക്കെ പറയാം. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ വീട്ടിൽ കണ്ടുവരുന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞായിട്ട് വേറെ കഥാപാത്രം ചെയ്യുമ്പോൾ അതിൽ എന്താണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നാം അവർക്ക്. കാരണം ഞാനല്ലാണ്ടാണല്ലോ ചെയ്യുന്നത് അവിടെ. അപ്പോൾ അത് അവരെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഉൾക്കൊള്ളാൻ റെഡി അല്ല അല്ലേ? അങ്ങനെയാണെങ്കിൽ തർക്കിക്കാനുള്ള സമയം ഉണ്ടാവുള്ളൂ. ചിലതൊക്കെ ഞാൻ മനസ്സിലാക്കും. അച്ഛൻ്റെ അച്ഛനും ഈ പറഞ്ഞ പോലെ പണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു, ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ, എപ്പോഴും പ്രോത്സാഹിപ്പിക്കുക ചെയ്യാറ്. എന്നാലും കൊച്ചു കൊച്ചു കാര്യങ്ങൾ, അതിൻ്റെ മുഖത്തിൻ്റെ വെക്കുന്ന രീതിയും പിരികം വെക്കുന്ന രീതിയും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയൊക്കെയുള്ള പല കറക്ഷൻ ചെറിയ രീതി അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അവിടെ എല്ലാ സിനിമകളിലും ചിലപ്പോൾ ഒരുപോലെ ആവുന്ന ചില പരിപാടികളുണ്ട്, അതൊന്ന് മാറ്റണം, അങ്ങനെയൊക്കെ പറയും ചെറിയ രീതിയിൽ. വലിയ കറക്ഷൻസ് ഒന്നും പറയില്ല കേട്ടോ. ഈ വിളിച്ച ആളുകൾ എന്നെ കണ്ടിന്യൂസ്ലി വിളിക്കാനുള്ള കാരണം എന്താണെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? അതായത് എല്ലാവരും ഇങ്ങനെ വിളിക്കാറൊന്നുമില്ല. വിനിയുടെ സ്ക്രിപ്റ്റിൽ എല്ലാ പടങ്ങളും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പൊതുവാട് എല്ലാ പടങ്ങളിലും ആദ്യം വിളിച്ചതിന് ശേഷം പിന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഇത് അത് ആത്മബന്ധം എളുപ്പമാവണോ? അങ്ങനെ ആയിരിക്കാം. ആത്മബന്ധം ഉണ്ടാവും തീർച്ചയായിട്ടും, അതുണ്ടാവും. പിന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനെ കഥാപാത്രമൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യിച്ചെടുക്കാൻ പറ്റും എന്നുള്ള തോന്നല സംവിധാനം ഉള്ളത് കൊണ്ടായിരിക്കും. അതല്ലാതെ ഫാസിൽ സാറ് വിളിക്കാറുണ്ടല്ലോ, സ്ഥിരമായിട്ട് വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള ഇതാണ്. തീർച്ചയായിട്ടും ക്യാരക്ടർ വേഷങ്ങൾ എന്നിവർ പോലെയുള്ള പെർഫോമൻസിന് ഫുള്ളി റിലേ ചെയ്യുന്ന വേഷങ്ങൾ അതൊക്കെ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇനിയും ജോപ്പനെ പോലെയുള്ള ആടിത്തുമർക്കുന്ന സുധീഷേട്ടനെ കൂടി കാണാൻ സാധിക്കട്ടെ. സന്തോഷം. നേരത്തെ ഒരുപാട് നന്ദി. ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ്. ബിഗസ്റ്റ് ജോയ് ഓഫ് ജ്വല്ലറി ഷോപ്പിംഗ് ഇതാ ആരംഭിച്ചു. ജ്വല്ലറി ഷോപ്പിംഗിന്റെ യഥാർത്ഥ ആനന്ദം അനുഭവിച്ചറിയൂ. Joy Alucas, world's favorite jeweler.